റോമ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രോബ്ലത്തിന് പൗലോസപ്പത്തിന് ഉറപ്പുണ്ട്, ജോസഫത്തിന് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. ഒരു വചനം നമ്മളോട് പറയുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറ്റു വചനങ്ങളുണ്ട്. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എന്താണ്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. അതെന്താണ്? ഒന്നിനു വായിച്ച് 8:38 റോമ ശ്രുതിയുടെ ഹല്ലേലൂയ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കൊന്നും സംഭവമില്ല. അപ്പൊ നിങ്ങള് ഇപ്പൊ ഒരു മനുഷ്യന്മാരുടെ റിലേഷൻ ഇല്ലേ, ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ട്, അതൊരു സൃഷ്ടിയാണല്ലോ. ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ടാവും, അതൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു അഫെയറിലിരിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. എന്താ കാര്യം? ഈ അഫെയർ വന്നു കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിക്കില്ല. ഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാർക്ക് ആ ഭ്രാന്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കും. വെരി സിമ്പിൾ. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ എന്ന് പ്രത്യേകം എഴുതി വെച്ചിരിക്കണം എൻ്റെ അകത്ത്. മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. ആർക്ക്? പൗലോസിന് മാത്രം ഉറപ്പുണ്ടായാൽ പോരാ, നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാകണം. എന്താണ്? ഒരു സൃഷ്ടികൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയത്തില്ലെന്ന്. കൈയടിക്കേണ്ട ശ്രുതികൾ. യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന, എല്ലാ നാമങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ കർത്താവുമായിട്ട് റിലേഷനിലാണ് എന്ന് പറയുന്ന ഈ ലേഡി സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് എന്തറിയാവോ? ഞാൻ വെച്ച നിയോഗത്തെക്കുറിച്ച് കർത്താവിനോട് വീണ്ടും സംസാരിച്ചിട്ടില്ലെന്നാണ്. മനുഷ്യന്മാരിങ്ങനെ ഉടമ്പടി വളർന്ന് വരികയാണ്. പുതിയ ആധ്യാത്മിക പുതിയ കാലം. ഇന്നലെ അലക്സൻ ഒരു സാക്ഷ്യം അനലൈസ് ചെയ്ത് പരസ്യം പറഞ്ഞു, ഉടമ്പടി പുതിയ കാലത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണെന്ന്. അത് കറക്റ്റാണ്. ഉടമ്പടി ഒരു കാലഘട്ടത്തെ കുറിക്കുകയാണ്, ഇപ്പോൾ പുതിയ കാലത്തിനെ. ഇപ്പം ഇവരെന്താ പറയണത് വെച്ചാൽ, ഞാൻ
ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ നിയോഗവുമായി കർത്താവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ്. വൺസ് ആൻഡ് ഫോർ ഇറ്റ് ഈസ് ഡംപ്ഡ്. അത് ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വളരെ വിശ്വാസപൂർവ്വം, ഈ ദൈവസ്നേഹം ഉള്ളവർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണം കൂടുതലായിരിക്കും. പറഞ്ഞ മനസ്സിലാകണ്ട, ദൈവസ്നേഹം കൊടുക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ശരണം കൂടും. നിങ്ങൾക്കറിയാമല്ലോ ഈ സമർപ്പണവും, നമ്മൾ സമർപ്പണ പ്രാർത്ഥന കേട്ടിട്ടില്ലേ അല്ലേ? സമർപ്പണം ശരിക്കും പറഞ്ഞാൽ എവിടുന്ന് അതിൻ്റെ വേര് എവിടെയാണെന്നറിയാവോ? സമർപ്പണ പ്രാർത്ഥനയുടെ വേര് കിടക്കുന്നത് യാചനാ പ്രാർത്ഥനയിലാണ്. യാചനാ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കുന്നു? എവല്യൂഷൻ ഓഫ് ദി ഈ സപ്ലിക്കേഷൻ പ്രെയർ അല്ലെങ്കിൽ ആ പ്രെയറിന് ഒരു യാചനാ പ്രാർത്ഥനയുടെ പരിണാമം എന്താണത്? പരിണമിച്ച് എങ്ങോട്ടാണ് പോണത്? യാചനാ പ്രാർത്ഥന. ചില യാചനാ പ്രാർത്ഥനകളുടെ പരിണാമം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 14:35-36 തിരുവചനങ്ങൾ. മർക്കോസ് 14:35-36 തിരുവചനങ്ങളാ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ഒരു യാചനാ പ്രാർത്ഥന അതിൻ്റെ എല്ലാവിധ ഉദ്വിഗ്നതയോടും കൂടി എരിവോടും കൂടി തുടങ്ങുകയാണ്. എന്താണ്? അവൻ പിതാവിനോട് പറയുന്നു, സാധ്യമെങ്കിൽ പിതാവ് അങ്ങക്ക് എല്ലാം സാധ്യമാണ്, സാധ്യമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം. ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഈ പ്രാർത്ഥനയുടെ വിധി എന്താണ് അതിനെക്കുറിച്ച് ഏകദേശ ഐഡിയ കർത്താവിനുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് കർത്താവിന് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ജീസസ് ഇഫ് സോ ഈവൻ ദോ യുവർ പ്രൈസ് ലൈക്ക് ദിസ്, ഇതിൻ്റെ ഒരു ഫെയ്റ്റ് എവിടെയാണ്? ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് ഡിസ്റ്റൈൻ ചെയ്ത് പോയിട്ട് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോണത്? അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കർത്താവിനോട് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാധ്യമെങ്കിൽ പിതാവെ ഈ മണിക്കൂറിൽ തന്നെ വിടുവിക്കണേ. പിന്നീട് എന്താ പറയണത്? എങ്കിലും എന്താണ് പറയുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അത് ഈ പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട സംഭവമാണത്. എല്ലാ യാചന പ്രാർത്ഥനയുടെ കൂടെ ഇത് ചേർത്ത് വെക്കണം. ഇത് ചേർത്ത് വെക്കാതെ നിങ്ങൾ ഉപ്പിടാതെ കറി വെച്ചിട്ട് കാര്യമുണ്ട്. വരച്ച ദൂരക്കുള്ള ആൾക്കാർ ഉപ്പെന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അതാ കർത്താവ് ഉപ്പിടുന്നത്. അവസാനം എന്താ ഇടുന്നത്? അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും ഇനി വായിച്ചത് എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഇതാണ് പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറയണത്. ഇതിടാതെ നമ്മൾ പ്രാർത്ഥന വെക്കരുത്, കർത്താവിന്റെ ദിവസം വെക്കരുത്. നിങ്ങൾക്ക് എന്തിനും പ്രാർത്ഥിക്കാം, പക്ഷെ ഉപ്പിട്ടേക്കണം. എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈ രുചി പകരാനുള്ള കാരണം എല്ലാത്തിൻ്റെയും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ വിധിയെക്കുറിച്ച് കർത്താവിന് ഏറെക്കുറെ ഒരു ഐഡിയ, പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ പ്രാർത്ഥന മിക്കവാറും കേൾക്കാനുള്ള ഈ പാനപാത്രം എടുത്തു മാറുന്നതല്ലേ പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറയാൻ നിനക്ക് നിൻ്റെ ഈ മനുഷ്യാവസ്ഥയിൽ ഇത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല.
ഇത് പറയണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നീ കീഴ്പ്പെടുന്നു എന്നുള്ള ദൈവത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് യാചനാ പ്രാർത്ഥന നടത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ അത് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇത് നടക്കാത്തൊരു കാര്യമാണ്. എന്നിട്ട് പിന്നെ നടക്കാത്ത കാര്യം എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോണത്? നടക്കാത്ത കാര്യം പ്രാർത്ഥിക്കാൻ കാരണം ദൈവത്തിൻ്റെ കാര്യമാണ്, ഇതിനെതിരെ ഉത്തരവാദിത്തം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരു ആത്മൈക്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ കണ്ടന്റ് വയസ്സിൻ്റെ ചേർക്കുകയാണ് സംഭവം. ആ യാചന പ്രാർത്ഥന നടക്കത്തില്ലെന്നുള്ള കർത്താവിന് വൃത്തിയായിട്ട് അറിയാം. എന്താണ് ചോദിക്കാൻ പാലാത്തൊരു കാര്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? കർത്താവ് എന്താ ചോദിച്ചിരിക്കണത്? 14:32 എന്താ പറയണത്? എന്താ ചോദിച്ചത്? കർത്താവ് എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണേ മക്കളെ, വളരെ സീരിയസ് ആയിട്ടൊരു പഠനം പോവുകയാണ്. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് അവന്റെ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. രണ്ട് കാര്യം കൊണ്ട് അറിയാം. എന്തൊക്കെയാണ് അറിയണത്? ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കഴിക്കണ മരുന്ന് തന്നെ 2 ആഴ്ച കൂടി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി ആ മാപ്പിലോടുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതുണ്ടെങ്കിൽ ഓപ്പറേഷൻ സർജറി മതിയെന്നു. അത് ചെയ്തപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. 1 ആഴ്ച കൂടി മരുന്ന് കഴിച്ചിട്ട് നിർത്തിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അത് അവൾക്ക് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. അവൾ പൂർണ്ണ സുഖം പ്രാപിച്ചു. അതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ മോന് ഒരു അപ്രതീക്ഷിതമായിട്ട് മോൻ ആഗ്രഹിച്ചിരുന്നതല്ല വിദേശത്തേക്ക് പോകണമെന്ന്. സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ് മോൻ്റെ ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുത്തു. അവന് വിസ വന്നു. പക്ഷേ അവൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എംബസിയിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞങ്ങൾ മാതാവിന് ഉടമ്പടിയിൽ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. തടസ്സങ്ങളൊന്നും ഇല്ലാതെ മാതാവ് അവന് കയറിപ്പോകാൻ സഹായിച്ചു. അതുകൂടാതെ ഹസ്ബൻഡിന് കൊറോണ സമയത്ത് ഒരു സ്ട്രോക്ക് വന്ന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന നിയോഗം വെച്ച് 11 പ്രാവശ്യം നിയോഗം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. പിന്നെ മാത്രമല്ല ഹസ്ബൻഡിന് അസുഖം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്, മാതാവ് നോക്കിക്കോളുമെന്ന്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു സീ ഫുഡ് കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു. കുറച്ച് നാളുകൾ ശേഷം ഒരു ആന്ധ്രയിൽ നിന്നൊരു വ്യക്തി ഞങ്ങളെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. അപ്പോൾ കമ്പനികളിലൊക്കെ ധാരാളം ബന്ധമുള്ള ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ സാറിന് ചരക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ, കമ്പനികളൊക്കെ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ ഏജൻ്റായി ഇപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാതാവ് മാറ്റിത്തന്നു. അതിനും ഈശോയ്ക്കും ഒത്തിരി 1000 നന്ദി പറയുന്നു. അങ്ങനെ മറ്റൊത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്ക് ഒത്തിരി അനുഗ്രഹം നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായ വളർച്ച ഒത്തിരി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടി തോന്നുമായിരുന്നു. പിന്നെ അത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മടി കൂടാതെ പത്രമൊക്കെ കൊടുക്കാൻ, അതിന് ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികൾക്കൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് സാധിച്ചു. മാതാവ് അങ്ങനെയുള്ള എനിക്ക് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന 1 മണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള കൃപ തന്നു മാതാവ് എനിക്ക്. ഞാനും പിന്നെ വായിക്കണമെന്നുള്ളത് എനിക്ക് തോന്നാറില്ല. പിന്നെ പള്ളിയിൽ പോകാൻ എനിക്ക് മുടങ്ങാതെ ഒരു നിയോഗം പോലെ എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ എനിക്ക് കൃപ ലഭിച്ചു. അതിനും അമ്മയ്ക്ക് ഒത്തിരി നന്ദി. പിന്നെ മറ്റുള്ളവരെ പാവപ്പെട്ടവരേക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പുണ്യപാവനമായ ഈ അൾത്താരയിൽ അമ്മയുടെയും ഈശോയുടെയും
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദികൾ അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് 2017 ഇവിടെ അഖണ്ഡ ജപമാല കൂടുവാനായിട്ടാണ് ആദ്യമായിട്ട് വന്നത്. എൻ്റെ പേര് മരിയ സിന്ധു. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്നത് 2017 അഖണ്ഡ ജപമാല കൂടുവാനായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഞാൻ 2 നിയോഗങ്ങൾ വെച്ചു അമ്മയെടുത്ത്. ഒന്ന്, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അമ്മയെടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ അരൂരിൽ നിന്ന് എടക്കൊച്ചിയിൽ പോലും പോകാത്തൊരാളാണ്. എൻ്റെ അവസ്ഥകൾ കൊണ്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിസ അടിച്ച് തരാവുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിയോഗമായിട്ട് എനിക്ക് ഭവനം, ചെറിയൊരു ഭവനമായിരുന്നു, അത് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. വലിയൊരു വീടിന് വേണ്ടിയാണ് തറ കെട്ടിയത്. അങ്ങനെ കഴിഞ്ഞ് പിന്നെ പൈസ ഒന്നും ഇല്ലാണ്ട് തറ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണിയും തീർത്ത് തരണം. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയുടെ സാക്ഷിയായി ജീവിച്ചോളാം എന്ന്. ഞാൻ ജപമാല കഴിഞ്ഞ് 5-ാമത്തെ ദിവസം തന്നെ ഞാൻ പോലും അറിയാത്തൊരു വ്യക്തി മൂലം എനിക്ക് വിസ റെഡിയാകുകയും ദുബായിൽ ഞാൻ ജോലിക്കായി പോവുകയും ചെയ്തു. അവിടെ ചെന്ന് 17 ദിവസമായിട്ടും എനിക്ക് ജോലി റെഡിയായില്ല. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു മാനസികമായിട്ട്. ഞാൻ എന്നും ജപമാല ചെല്ലുകയും ബൈബിൾ എൻ്റെ ഹൃദയത്തോട് വെച്ച് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. എന്നെ സഹായിക്കുവാൻ അവിടെ ആരുമില്ലായിരുന്നു. ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു, മാതാവേ, എന്നെ സഹായിക്കണമേ. ഞാൻ അമ്മയോടത്ത് വന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. 17-ാമത്തെ ദിവസം അവിടെ ഒരു മുസ്ലിം സ്ത്രീ വരികയും എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസമായി, എനിക്ക് ജോലി റെഡിയായിട്ടില്ല. ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, 3 ദിവസത്തിനകം നിനക്ക് ജോലി കിട്ടും, നീ സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സ്ഥലം ദർശനമായിട്ട് മാതാവ് കാട്ടിത്തന്നു. അത് ശരിക്കും ഒരു കാട് പിടിച്ച സ്ഥലം പോലെ എനിക്ക് തോന്നി. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ, 17 ദിവസമായി ഞാനിവിടെ വന്നിട്ടും ഈ ഒരു കാട് വീണ്ടും കാണിച്ചു തരണ എന്താണ്? ഞാൻ വളരെയേറെ കഷ്ടപ്പെടണം ഇവിടെ നിന്ന്. ഭക്ഷണമില്ല, എൻ്റെ വീട്ടിലേക്ക് ആരെയും വിളിക്കാൻ പറ്റണില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഇന്ന് രാത്രിക്കുള്ളിൽ വിസ വന്നില്ലെങ്കിൽ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അന്ന് രാത്രി ആ സമയം അമ്മ എൻ്റെ ദർശനത്തിലൂടെ കാണിച്ചു തന്ന് ഞാൻ പോകുന്ന സ്ഥലവും ഞാൻ നിൽക്കുന്ന ഇടവും. ഞാൻ അവിടെ അന്ന് രാത്രി തന്നെ എനിക്ക് വിസ വരികയും ഞാൻ അവിടെ നിന്നും മസ്കറ്റിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ രാവിലെ തന്നെ ഒരു അറബി ഭവനത്തിലെത്തുകയും നല്ല ഒരു വീട്ടിലെത്തിച്ച് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ദുബായിൽ ഒരു വിസ റെഡിയായിട്ടുണ്ട്, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ്, നീ പോയിക്കോ എന്ന് പറഞ്ഞ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് വിട്ടു. അത് ഒരു ക്രിസ്ത്യാനിയുടെ ഭവനമായിരുന്നു. ഞാൻ വളരെയധികം ആഗ്രഹിച്ചു എനിക്ക് പ്രാർത്ഥന ചെല്ലണമെന്നൊക്കെ ഓർത്താണ് അവിടെ പോയത്. പക്ഷേ എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നത് കാരണം ഞാൻ വീണ്ടും തിരിച്ചു പോന്നു. വീണ്ടും ഞാൻ മസ്കറ്റിലേക്ക് പോയി. 6 വർഷം ഞാൻ മസ്കറ്റിൽ അറബി വീട്ടിൽ ജോലിയെടുത്തു. 7-ാമത്തെ വർഷം ഞാൻ തിരിച്ചു പോയപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിലേക്ക് ആക്കി തന്നത്, ചെറിയ മോൻ. അവൻ 2-ാമത്തെ ദിവസം ഞാൻ പോയി. 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. അവൻ ഒറ്റയ്ക്കിരിക്കണ അവസ്ഥ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. മൂത്ത മോൻ കല്യാണം കഴിച്ച് വേറെ. ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ ആത്മഹത്യാ പ്രവണതയായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിവിടെ അച്ഛൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് എനിക്ക് അവിടെ നിന്ന് പോരണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അച്ഛൻ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി തന്ന് ഞാൻ ധ്യാനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി.
6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഞാൻ പോയ പിറ്റേ ദിവസം തന്നെയായിരുന്നു. ഞാൻ ഇവിടെയെല്ലാം പോയെങ്കിലും 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാണ്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന് മാതാവ് തന്നെ പൈസ മുടക്കിയാണ് എന്നെ ഇത്രയും സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചത്. 3 പ്രാവശ്യം എന്നെ ദുബായിൽ കൊണ്ടുപോയി, 3 പ്രാവശ്യം മാതാവ് എന്നെ മസ്കറ്റിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ ഞാൻ എപ്പോഴും വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷേ എനിക്കെന്തോ മടി തോന്നി ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ അമ്മ ഉടമ്പടി എടുത്തോളാം, ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പം ജൂൺ 15-ാം തീയതിക്കുള്ളിൽ എന്നെ നാട്ടിൽ വിടണം. അന്ന് റംദാൻ മാസമാണ്. ഒരിക്കലും അവരെ നാട്ടിലേക്ക് വിടാത്തൊരു സമയം. ഞാൻ വളരെ അസ്വസ്ഥയായി. ഞാൻ ഒറ്റയ്ക്കൊരു ഭവനത്തിലാണ് താമസിക്കണത്. അത് കാരണം സന്ധ്യ ആയി കഴിയുമ്പം എനിക്കെന്തോ മാനസിക വിഭ്രാന്തി പോലെ വരാൻ തുടങ്ങി. ഞാൻ ഇവിടുത്തെ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും മാത്രമായിരുന്നു എനിക്ക് ഒരഭയം. ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്നെ അച്ഛനെ സ്വപ്നത്തിൽ കാണിക്കുന്ന കണക്ക് കാണിച്ചു തന്നു. അച്ഛൻ എൻ്റെ അടുത്ത് ഈ ആൾത്താരയിൽ ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറയുകയാണ്, നീ എവിടെയായിരുന്നു, കുറേ നാളായല്ലോ ഇവിടെ കണ്ടിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മസ്കറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ എന്തായാലും നാട്ടിലെത്തിക്കുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഓർമ്മിപ്പിച്ചു, ഞാൻ 2017 ഒരു കുഞ്ഞ് കാശ് രൂപമായിട്ടാണ് ദുബായ്, മസ്കറ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നത്. ആ കാശ് രൂപം നിൻ്റെ ബാഗിലുണ്ട്, എടുത്തിട്ട് അവരുടെ പ്രാർത്ഥന ചെല്ലുന്ന പായയിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവരില്ലാത്ത സമയത്ത് അവരുടെ റൂമിൽ കയറി ആ പ്രാർത്ഥന പായിൽ ആ കാശ് രൂപ ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, പൈസ ഉണ്ടെങ്കിൽ നീ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയിക്കോ. റംദാൻ മാസമായത് കാരണം ടിക്കറ്റിന് നല്ല വിലയായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ട്. ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവരുടെ തലങ്ങണിയിൽ വെച്ച് ഈ കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ. ഞാൻ അവർ കിടക്കുന്ന റൂമിൽ അവരുടെ തലങ്ങണിയിൽ ഈ കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഉച്ചയായിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ 15 ദിവസത്തിനുള്ളിൽ നാട്ടിൽ നിന്ന് തിരിച്ചു വരണം, പെരുന്നാളിൻ്റെ തലേന്നാൾ ഇവിടെ എത്തണം, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു തരാം, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. 15 എന്ന ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് 15 ദിവസത്തിനുള്ളിൽ അവരെനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വരണതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ നാട്ടിലെത്തുമ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുള്ളെന്ന്. പക്ഷേ എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വന്നത്. അവൻ്റെ മാനസികാവസ്ഥ കണ്ട് ഞാൻ വളരെ തളർന്നു പോയി. എനിക്ക് ഇവിടേക്ക് വരാനോ ഒന്നും തോന്നിയില്ല. പിറ്റേ ദിവസം വെള്ളിയാഴ്ച, അന്ന് ഞാൻ വന്നില്ല. ശനിയാഴ്ച എന്നെ വേളാങ്കണ്ണി മാതാവ് ഒരു ഈശോയുടെയും അമ്മയുടെയും ഉണ്ണിയുടെയും രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഉറങ്ങണേണ്, എന്നെ വിളിച്ചെഴുന്നിച്ചിട്ട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോണില്ലേ എന്ന് ചോദിച്ചു. ആ സമയം തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായിരുന്നു. അന്ന് ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഉടമ്പടി പേടകത്തിലെ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. വീണ്ടും ഞാൻ ആൾത്താരയിൽ കയറിയപ്പോൾ ഇവിടെ ഒരു സിസ്റ്ററിനടുത്ത് പറഞ്ഞു, നീ ഇനിയും കയറുന്നത് എന്തിനാണ്, ഉടമ്പടി നിക്ഷേപിച്ചിട്ടല്ലേ പോയത്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ വളരെ സങ്കടത്തിലാണ് ഇവിടെ എത്തപ്പെട്ടത്, അമ്മയെ വിളിക്കാനാണ് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അന്ന് നീ കയറിക്കോ, വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരും സാക്ഷ്യം പറയാനെന്ന്. ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി ഇവിടെ നിന്ന് ചെന്ന് കുളിച്ച് റൂമിൽ കതകടച്ചിട്ട് പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കണ്ണടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന്, ഈ ഗ്രേ കളറിലെ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുറകിലെ പേജിലെ പകുതി മാതാവ് ഈ മനുഷ്യരൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി എന്നെ ഇവിടെ തോണ്ടി, ഈ സൈഡിൽ നിന്ന് തോണ്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും മാതാവ് എന്നെ തോണ്ടി. ഞാൻ നോക്കുമ്പോൾ മാതാവ് 5 മിനിറ്റ് നേരം ഇതേ രൂപത്തിൽ എൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണടിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എൻ്റെ രൂപക്കൂടിൻ്റെ അടുത്ത്
നീലാകാശത്തിൽ മഴവില്ലാകൃതിയിൽ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ പുസ്തകം ഫ്രണ്ട് പേജിലെ പുസ്തകത്തിൽ മാതാവിനെ കാണുന്നത് പോലെ അമ്മ തെളിഞ്ഞു. അത് കഴിഞ്ഞ് ഈശോയുടെ കരുണയുടെ ദർശനം എനിക്ക് കാണാൻ പറ്റി. വീണ്ടും മാതാവിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ മാനസികമായും തളർന്ന എനിക്ക് പിന്നെ ഒരു ശക്തി കിട്ടി. എൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തു. എന്നെ അമ്മ ശക്തിപ്പെടുത്തി. കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ വളരെയധികം വിഷമിച്ചായിരുന്നു. പക്ഷേ പിന്നീടുള്ള എൻ്റെ ദിവസങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് അവനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ഈ കാശുരൂപം നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവന് അത് കൊടുത്ത് മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ രോഗം ചെറുതായി അവൻ്റെ അസ്വസ്ഥത മാറിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞ ആഴ്ച അവൻ മാതാവിനെ വന്ന് കണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വരക്കുമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈശോയുടെ രൂപമോ മാതാവിൻ്റെ രൂപമോ ഒന്നും വരച്ചിട്ടില്ല. പക്ഷേ അവൻ ഇന്ന് ഈശോയുടെയും മാതാവിൻ്റെയും രൂപം മരത്തിൽ കൊത്തി കളർ ചെയ്ത് ഇന്ന് അച്ഛന് കൊടുക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. എനിക്ക് ഹസ്ബൻഡില്ല, ഞാനും ഈ മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് വളരെയധികം സമാധാനത്തിൽ കഴിയുന്നു.